നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുവെ പറയുമ്പോൾ ഏവർക്കും വളരെയധികം ഭയം തോന്നുന്ന അല്ലെങ്കിൽ ഏവരും ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനി. ശനിദശാകാലം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവരും ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം എന്തെന്നാൽ ശനി ദുരിതങ്ങൾ നൽകുന്ന ഗ്രഹമാണ് എന്നതാണ് പൊതുവായിട്ടുള്ള ഒരു ചിന്തനം. എന്നാൽ കർമ്മഫലദാതാവായ ശനി ദുരിതങ്ങൾ മാത്രമല്ല നല്ലതും നൽകുന്നതാണ്. ഇവിടെ ശനി വക്രഗതി സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 ദിവസമായി ഇത് ആരംഭമായിട്ട് ഇന്ന് 3ാമത്തെ ദിനം കൂടിയാണ്. വളരെയധികം ഭാഗ്യദായകമായ സമയം ആരംഭം കുറിച്ചിരിക്കുന്ന 9 നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായി ധാരാളം ധനം വന്നു ചേരുന്നതാണ്. ധനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ, അതായത് കിട്ടാതിരിക്കുന്ന ധനം ഉണ്ടാവും. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു പക്ഷെ തിരികെ ലഭിക്കാതിരിക്കുന്ന ധനം, അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടാകും. അതൊക്കെ തടസ്സങ്ങൾ മാറുമെന്നതാണ് ഇവിടെ ശനി നിങ്ങൾക്ക് വളരെയധികം ധനം നൽകും അല്ലെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നൽകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു യോഗം ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ വലയുന്നുണ്ട് ശനിയുടെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട്. ഇവിടെ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശനി നൽകുന്ന എല്ലാവിധ വലച്ചിലുകളും മാറി ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം, ഐശ്വര്യം ഒക്കെ വന്നു ചേരാനായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോട്ടറി ഭാഗ്യവും അതിൽ ഉൾപ്പെടുന്നതാണ്. ശനിയുടെ വക്രഗതി സഞ്ചാരമല്ലേ, അത് വീണ്ടും ദോഷം തന്നെയാണോ നൽകുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ പോലും ഒരു 7 ദിവസത്തിന് ശേഷമുള്ള സമയം, അതായത് 13-ാം തീയതി ആരംഭിച്ചു, ഇന്ന് 17 ആയിരിക്കുന്നു. ഒരു 7 ദിവസത്തിന് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. മുന്നേയുള്ള സമയങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും സാമ്പത്തികമായ ഒരു മേന്മ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ലോട്ടറി ആണെങ്കിലും ഒരു 50 രൂപ അടിച്ചാലും അല്ലെങ്കിൽ 100 രൂപ ആയാലും ചെറിയ തുകയാണ്, അതൊക്കെ ശരി. എങ്കിലും ധനത്തിൻ്റെ ഒരു വരക്ക് അല്ലെങ്കിൽ ധനം ഒരു നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് അത്. ചെറിയ ചെറിയ രീതിയിൽ, അതായത് പലതുള്ളിയാണല്ലോ ചേരുമ്പോൾ പെരുവെള്ളമാകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റമാണ് ഇനി കുറച്ച് നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റം ശനിദേവൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മാറ്റത്തെ നിങ്ങൾ കൂടി മനസ്സിലാക്കുക. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടാകും ഇതിനോടകം തന്നെ. ഇപ്പോൾ 4 ദിവസമാകുന്നല്ലോ. അപ്പോൾ ചെറിയ എന്തെങ്കിലും സാമ്പത്തികമായ മാറ്റം വന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും ഒരു മാറ്റത്തിൻ്റെ സമയമൊക്കെ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ഈ ശനിയുടെ വക്രഗതി സഞ്ചാരം നിമിത്തം തുടങ്ങിയതാണെന്നത് കൂടി മനസ്സിലാക്കുക. എങ്കിലും പൂർണ്ണമായ ഒരു ഫലം 7 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ലഭിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ 9 നക്ഷത്രക്കാർക്കാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം വളരെയധികം നേട്ടം, ഭാഗ്യം, ഐശ്വര്യം, മേന്മ, മനസ്സന്തോഷം, അതാണല്ലോ ഏറ്റവും അധികമായി വേണ്ടത്, സമാധാനം എന്നിവ നൽകുന്നത്. ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ശനിയുടെ വക്രഗതി സഞ്ചാരം നിമിത്തം ഭാഗ്യം തുടങ്ങിയിരിക്കുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് കോടീശ്വര യോഗം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കോടിപതികളാകാൻ അല്ലെങ്കിൽ ധനം ധാരാളമായി വന്നെത്താൻ, ആ ഒരു ധനം കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. ഒരുപാട് കടബാധ്യതകളുണ്ട്. സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ ഇവിടെ നിന്നായി കടങ്ങൾ വാങ്ങിക്കൂട്ടിയപ്പോൾ ഒരുപാട് കടങ്ങളായ അവസ്ഥയും അതിലൂടെ കടന്നു പോകുന്നവരും ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ള സമയം ഇവിടെ ശനിയുടെ വക്രഗതി സഞ്ചാരം കടബാധ്യതകളൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തീർപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വലിയ ഒരു മാറ്റം ഈ സമയം വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകും നല്ലൊരു സമയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയമായതിനാൽ സമ്പത്ത് നിങ്ങളിലേക്ക് എങ്ങനെയൊക്കെ എത്താൻ ഏതൊക്കെ വഴികളിലൂടെ സാധ്യമാകുമോ ആ വഴികളൊക്കെ ശനിദേവൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തടസ്സങ്ങൾ മാറ്റി തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തമമായൊരു ജോലി ലബ്ധി ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്ന ധനത്തിനെ അല്ലെങ്കിൽ ആ നിങ്ങളിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടത്തെ
ത്വരിതപ്പെടുത്താനോ നശിപ്പിക്കാനോ ഒരു ശത്രുക്കൾക്കും അല്ലെങ്കിൽ ആർക്കും തന്നെ സാധ്യമാവുകയില്ല. കാരണം ശനിദേവനാണ് തരുന്നത്. കൊടുക്കാനും അദ്ദേഹത്തിന് അറിയാം, തിരിച്ചെടുക്കാനും അദ്ദേഹത്തിന് അറിയാം എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ആ ശനിദേവൻ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിങ്ങളിലേക്ക് ധനത്തിൻ്റെ ഒരു ഒഴുക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഉയർച്ചയുടെ പടവുകൾ കയറാൻ സാധിക്കും. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ, മേന്മ, ഉത്തമമായൊരു ജീവിത രീതി കെട്ടിപ്പടുത്തെടുക്കാനും ഈ ഒരു സമയം കഴിയുന്നതാണ്. മനസ്സിൻ്റെ ഒരുപാട് വിഷമതകൾക്ക് ഒരു അന്ത്യമാകുന്ന സമയം കൂടിയാണ്. ശനിദേവൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് മേൽ ബാധിച്ചിരുന്ന ഒരു നിഴലുണ്ട്, ഒരു കരിനിഴൽ. അതായത് ഒരു സന്തോഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 9 ദുഃഖങ്ങൾ അതിന് പിറകെ വന്നൊരു അവസ്ഥയല്ലായിരുന്നു. ആ അവസ്ഥയ്ക്കൊരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ തുടക്കം ഒരു 7 ദിവസത്തിന് ശേഷമായിരിക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനായി സാധ്യമാകുന്നത്. അപ്പോൾ വളരെ ഒരു നല്ല സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്തൊരു 2.5 വർഷക്കാലം വരെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം ശനിദേവൻ തന്നെ നൽകുകയാണ്. അപ്പോൾ ശനിയെ ഭയത്തോടെ ഇനി നോക്കി കാണേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യവും എല്ലാവിധ നേട്ടങ്ങളും ശനി പ്രദാനം ചെയ്യുന്ന ഒരു സമയത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ശനിയെ വളരെയധികം ദേഷ്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം സംശയദൃഷ്ടിയോടെ നോക്കി കാണാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ശനിയുടെ അനുഗ്രഹം വളരെയധികം ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സാമ്പത്തികമായി നേട്ടമുണ്ടാകും. തൊഴിലില്ലാതെ വലയുന്ന ആളുകൾക്ക്, അതേപോലെ കർമ്മമേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ആകെ ഒരു മന്ദതയൊക്കെ അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ അത് മാറുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യമാണ് എടുത്തു പറയേണ്ടത്. എന്ത് ആഗ്രഹിച്ചാലും ഈ ഒരു സമയം നിങ്ങളിലേക്ക് ആഗ്രഹങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ്. ഭാഗ്യം ധാരാളമായി അനുഭവിക്കുക എന്ന ഒരു യോഗം അല്ലെങ്കിൽ ആ യോഗത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. പുതിയ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളെ ഒന്ന് സുരുക്കൂട്ടിയെടുത്ത് അതിനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ശനിദേവൻ കനിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും. കൂടാതെ ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു അറുതി ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടുള്ളവർ, അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം തുടർന്ന് വിദ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും. നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട്, അതുകൂടാതെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിനാൽ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ മുടക്കേണ്ടതായ അവസ്ഥകൾ വന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ നിങ്ങൾക്കും ആ വിദ്യ വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെ? നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വളരെയധികം നല്ലൊരു സമയമാണ്. അതേപോലെ കർമ്മ മേഖലയിൽ ഒരു ഉയർച്ചയുടെ പ്രൊമോഷനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നുകൂടി ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. കൂടാതെ ചില നേതൃത്വ പദവികൾ ഒക്കെ അലങ്കരിക്കുവാനുള്ള അവസരം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ആരംഭമായിരിക്കുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും ശനി വളരെയധികം ഭാഗ്യവും നേട്ടവും അനുഗ്രഹവുമാണ് നൽകുന്നത്. ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. സഹോദര സ്ഥാനികരുമായി അല്ലെങ്കിൽ സഹോദരരുമായി അല്ലെങ്കിൽ മാതാപിതാക്കളുമായി അല്ലെങ്കിൽ കുടുംബത്തിൽ വസിക്കുന്ന മറ്റുള്ള അംഗങ്ങളുമായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മാറും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. മനസ്സിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം തിരികെ കിട്ടുന്ന സമയമാണ്. തൊഴിൽ ചെയ്യുക എന്നതാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് ഏതൊരാൾക്കും ബുദ്ധിമുട്ട് നൽകുന്ന കാര്യം കൂടിയാണ്. എന്നാൽ ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം വന്നു ചേരും. ഉത്തമ സന്താന യോഗം കൂടി, അതായത് സന്താനമില്ലാതെ വലയുന്ന ആളുകൾക്ക് ഉത്തമ സന്താന യോഗം ഉണ്ടാകും. കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ച, മേന്മ, നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ആത്മീയ തലത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ മനസ്സിലേക്ക് ആഗ്രഹം വരികയും അത് നടത്താനുള്ള യോഗം ഉണ്ടാവുകയും ആ ഒരു വേളയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും നിറവേറുന്ന സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. വസ്തു സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ, വിഷയങ്ങളിൽ പെട്ട് കിടക്കുന്ന ഭൂമിയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കാനും നിങ്ങൾക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഉന്നതരായ ചില ആളുകളെ പരിചയപ്പെടാനും അവരുമായി അവരുടെ അഡ്വൈസുകൾ നേടിയെടുക്കാനൊക്കെയുള്ള ഒരു അവസ്ഥയും അവസരവും ഒക്കെ വന്നു ചേരുന്നതാണ്.
പരീക്ഷകളൊക്കെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെയധികം നേട്ടം, ഭാഗ്യം, പ്രത്യേകിച്ച് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ചയുടെ, ഒരു നേട്ടത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒക്കെയും സമയം കൂടിയാണ് ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം നിമിത്തം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ദുഃഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശനിയെ പിന്നെയും നിങ്ങൾ ഭയത്തോടെ നോക്കിക്കാണുന്നത്. ഇനി അതിൻ്റെ ഒരു ആവശ്യവുമില്ല. വളരെയധികം ദോഷങ്ങൾ തന്ന ആ ശനിദേവൻ തന്നെയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഇരട്ടിയായിട്ട് ഭാഗ്യം നൽകിയിരിക്കുന്നത്. ശനിദേവൻ നൽകുന്ന ഭാഗ്യത്തെ തടുക്കാനോ നശിപ്പിക്കാനോ മറ്റാർക്കും സാധ്യമാകുകയില്ല എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. വളരെയധികം ശ്രേഷ്ഠമായ ഒരു സമയത്തിലാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു മാസമാണിത്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി, ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടം, ഐശ്വര്യം, കുടുംബ സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി വാഴുമ്പോഴാണ് സമൃദ്ധിയോടുകൂടി അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ജീവിതമാണ് ഏതൊരു മനുഷ്യനും കാക്ഷിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകുന്നതാണ്. മറ്റൊരു മലയാള മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.